പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം രണ്ട് അഭിപ്രായ സർവേകൾ പുറത്തുവരികയുണ്ടായി. ഈ രണ്ട് അഭിപ്രായ സർവേകളും അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിൽ നടന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ ദിശാസൂചകങ്ങൾ നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, വോട്ടർ വൈബ് നടത്തിയ സർവേയാണ്. ട്രാക്കർ ഫസ്റ്റ് എന്ന പേരിൽ ഇനി അടുത്ത മാസങ്ങൾ 2 മാസത്തിനകം നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും തെരഞ്ഞെടുപ്പിനെ അവലോകനമാക്കി ആ രണ്ട് സംസ്ഥാനങ്ങളിലും നടത്തിയ അഭിപ്രായ സർവേയുടെ റിസൾട്ടാണ്. മറ്റൊന്ന്, ഇന്ത്യ ജനറൽ ഇലക്ഷൻ. ഇനി ഇന്ത്യയിൽ നടക്കുന്ന ജനറൽ ഇലക്ഷനിൽ ആര് വിജയിക്കുമെന്നതിനെക്കുറിച്ച് ഇന്ത്യ ടുഡേയും സി വോട്ടും നടപ്പിലാക്കിയ സർവേയാണ്. ഈ രണ്ട് സർവേകളുടെയും റിസൾട്ട് വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വീശിയടിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ദിശാസൂചകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും യു പിയിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് യു പിയിൽ അയോധ്യയിൽ നടന്ന ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന കൊള്ളയ്ക്കു ശേഷം ഒപ്പം ജൻസികളുടെ സമരത്തിനു ശേഷം നടക്കുന്ന ഇലക്ഷനാണ്. ഈ സർവേ ആ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ദിശാസൂചികയായേക്കാം എന്ന രാഷ്ട്രീയ വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും വോട്ട് വൈബിൻ്റെ സർവേയിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം യു പിയിലെ 55% യുവാക്കളും ജൻസികളും അഖിലേഷ് യാദവിനെ മുഖ്യമന്ത്രിയായി കാണുന്നു എന്നാണ്. അതായത് യു പിയിൽ ജൻസികൾ രാജ്യത്തെ മറ്റു ഭാഗങ്ങൾ എന്ന പോലെ ബി ജെ പിയെ കൈവിടുന്നു, അവർ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നു എന്ന രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് യു പിയിൽ നിന്നും ലഭിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ടോട്ടൽ വോട്ട് ഷെയർ എടുത്താൽ 41-41 എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയും, അതായത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന ഇന്ത്യ മുന്നണിയും ഒപ്പം ബി ജെ പിയും ഒപ്പത്തിനൊപ്പമാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് കടുത്ത ഇലക്ഷൻ ആയിരിക്കും നടക്കപ്പെടുക യു പിയിൽ എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആകെ ഉള്ള ഒരു അഭിപ്രായ സർവേ എടുക്കുകയാണെങ്കിൽ 43% പേർ യോഗിയെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ 38% പേർ അഖിലേഷ് യാദവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ടോട്ടൽ ശതമാനം വരുമ്പോൾ 41-41 എന്ന രീതിയിൽ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ ജൻസി 55% പേർ അഖിലേഷ് യാദവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഈ 50 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ 64% പേർ യോഗി ആദിത്യനാഥിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഈ യു പിയിലെ വോട്ട് വൈബിൻ്റെ ആ ഇലക്ഷൻ സർവേ അവലോകനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ജൻസി കൂടുതൽ ഇന്ത്യ മുന്നണിയുമായി ആഭിമുഖ്യം പ്രാപിക്കുന്നു എന്നതും ഒരു പഴയ തലമുറ പഴയതുപോലെ തന്നെ ഒരു ഹിന്ദുത്വ ലഹരിയിൽ നോർത്ത് ഇന്ത്യയിൽ ചിന്തിക്കുന്നു, അവർ ബി ജെ പിക്കൊപ്പം നിൽക്കുന്നു എന്നതുമാണ്. ഉത്തരാഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ ബി ജെ പിക്ക് ചെറിയ ഒരു മുൻതൂക്കമുണ്ട്. 3% ഒരു മുൻതൂക്കം ഈ അവസ്ഥയിലുണ്ട്. പക്ഷേ ഇലക്ഷൻ ഇനി മാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ യു പിയിലും ഉത്തരാഖണ്ഡിലും മാറ്റങ്ങളുടെ സൂചനകൾ ഉണ്ടാകും എന്ന രീതിയിലാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ജൻസിയുടെ ഒരു സമീപനം അത് ഒട്ടും ആശാവഹമല്ല ബി ജെ പിക്ക് എന്നതാണ് വസ്തുത. ഇനി നമ്മൾ ഇന്ത്യ ജനറൽ ഇലക്ഷനെ കുറിച്ച് ഇന്ത്യ ടുഡേയും സി വോട്ടർ നടത്തിയ സർവേയുടെ ഒരു അവലോകനം നടത്തിയാലും സീറ്റുകൾ 326 സീറ്റുകൾ വരെ ബി ജെ പിക്ക് നേടുവാൻ സാധ്യതയുണ്ട് ഈ അവസരത്തിൽ ലോക്സഭാ ഇലക്ഷൻ നടന്നാൽ എന്നാണ് സി വോട്ടറുടെയും ഇന്ത്യ ടുഡേയുടെയും അഭിപ്രായ സർവേയിൽ പുറത്തു വരുന്ന ഒരു യാഥാർത്ഥ്യം. ആകെയുള്ള 543 സീറ്റുകളിൽ 326 സീറ്റുകൾ വരെ ലഭിക്കാം. അതായത് ഇപ്പോൾ ഇലക്ഷൻ നടന്നാലും എൻ ഡി എ ഗവൺമെൻറ്, ബി ജെ പി ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നാണ് സൂചന നൽകുന്നത്. പക്ഷേ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സർവേയിൽ, ഇതേ സി വോട്ടർ തന്നെ നടത്തിയ സർവേയിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത്. 356 സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് പ്രവചിച്ചത്. പക്ഷേ മാസങ്ങൾക്കിപ്പുറം നടന്ന സർവേയിൽ, അതേ ഏജൻസി തന്നെ നടത്തിയ സർവേയിൽ 326 സീറ്റുകൾ എന്ന രീതിയിലേക്ക് ബി ജെ പിക്ക് കുറയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് 2029 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ജൻസികളുടെ ഒരു ഒഴുക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് ഉണ്ടായാൽ ബി ജെ പിയുടെ അധികാരമോഹത്തിന് അവിടെ നാന്ദിയാകും എന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെയും പുറത്തു വരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി രാഷ്ട്രീയ വിശാരദന്മാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യു പിയിലും മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാം. അവിടെ ജൻസിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന വിവാദങ്ങൾ, ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളൊക്കെ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാമെങ്കിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും ബി ജെ പി നില മെച്ചപ്പെടുത്തും. അത് അവർക്ക് ലോക്സഭയിലേക്ക് ഒരു കൈത്താങ്ങായി നിൽക്കും എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ജൻസിയുടെ ഇടപെടലുകൾ, ജൻസിയുടെ സമര സാന്നിധ്യം അത് ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്ന വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. യു പിയിലും ഉത്തരാഖണ്ഡിലുമൊക്കെ നടക്കുന്ന ഇലക്ഷനിൽ ജൻസി 2-3 മാസമുണ്ട് ഇലക്ഷന് എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും
ചർച്ചകളും ഒക്കെയും ഇലക്ഷനെ സ്വാധീനിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ പോലും അവിടെ ഈക്വൽ ഒരു കടുത്ത മത്സരം ഇന്ത്യ മുന്നണിക്ക് BJP കൊടുക്കുവാൻ കഴിയുന്നു. പക്ഷേ ജെൻസി രണ്ട് സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക്, ഉത്തരാഖണ്ഡിലാണെങ്കിൽ കോൺഗ്രസിനൊപ്പം, UP-യിലാണെങ്കിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം, കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ സമാജ്വാദി പാർട്ടിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ യുവാക്കളുടെ മാറുന്ന ഒരു ചിന്ത എന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യുവാക്കൾ കോൺഗ്രസിനോടൊപ്പം, ഇന്ത്യ മുന്നണിക്കോടൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും UP-യിൽ 55% പേർ ഇന്ത്യ മുന്നണിയെ പിന്താങ്ങുന്നു എന്ന് പറയുമ്പോൾ, അതായത് യുവാക്കൾ കോൺഗ്രസിനെ പിന്താങ്ങുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ ജനറൽ ഇലക്ഷൻ നടന്നാൽ വോട്ടറുടെ ഒരു സർവേ അനുസരിച്ച് BJP അധികാരത്തിൽ വരുവാനാണ് സാധ്യതയെങ്കിലും ഓരോ ഘട്ടം കഴിയുമ്പോഴും വോട്ടർ നടത്തുന്ന സർവേ അനുസരിച്ച് യുവാക്കൾ BJP-യെ പിന്തുണയ്ക്കുന്നത് കുറഞ്ഞു വരുന്നു എന്നതാണ് അവരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു വസ്തുത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി നടത്തിയ സർവേയിൽ 356 സീറ്റുകളാണ് BJP-ക്ക് പറഞ്ഞിരുന്നതെങ്കിൽ, BJP അല്ല ഇന്ത്യ മുന്നണിക്ക് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 326 സീറ്റുകളായി കുറയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സംവാദം, യുവാക്കളുമായിട്ടുള്ള സംവാദമൊക്കെ യുവാക്കളെ രാഹുൽ ഗാന്ധിയുമായിട്ട് അടുപ്പിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വളരെ കണ്ണിങ് ആയിട്ട് യുവാക്കളുമായിട്ട് ഇടപെടുവാൻ സാധിക്കുന്നു. അവരുടെ ഭാഷയിൽ അവർക്ക് മറുപടി നൽകുവാൻ സാധിക്കുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ സാധിക്കുന്നു. ജെൻസിയുടെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിയാണ് നെക്സ്റ്റ് പ്രധാനമന്ത്രി എന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് വിശകലനങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നു എന്നത് BJP-യെ സംബന്ധിച്ച് വളരെ ആശാവഹമായ ഒരു റിസൾട്ടല്ല അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെ വ്യക്തമാകുന്നു. പ്രത്യേകിച്ചും ഇന്നലെയും നമുക്ക് ചില ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് രാഹുൽ ഗാന്ധി എങ്ങനെയാണോ നവമാധ്യമങ്ങളിലൂടെ വിദ്യാർത്ഥികളുമായിട്ടും ജൻസികളുമായിട്ട് ഇടപഴകുന്നത്, അതുപോലെ BJP-യും ഒരു വിങ്ങിനെ ഉണ്ടാക്കുന്നു യുവാക്കളുമായിട്ട് ഇടപഴകാൻ എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. BJP-യുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, ഒപ്പം മുൻ മന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടുന്ന ഒരു ടീമിനെ അവരും പ്രിപ്പയർ ചെയ്യുന്നു ജൻസികളുമായിട്ട് ഇടപഴകാൻ, സംവാദത്തിലേർപ്പെടുവാൻ എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ BJP ഭയത്തോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത് എന്നാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമ്മൾ ഈ രണ്ട് റിസൾട്ടുകളും, രണ്ട് അഭിപ്രായ സർവേകളും എടുത്തു വിശകലനം ചെയ്യുമ്പോഴും ജൻസികളുടെ ഒരു മാറ്റം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഗതിമാറ്റത്തിൻ്റെ സൂചനയായി തന്നെ നമുക്ക് വിലയിരുത്താം എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന് കഴിയാത്തത്, ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് കഴിയാത്തത്, യുവാക്കളുടെ ഒരു വലിയ മാറ്റം കൊണ്ട് ഒരു ഭരണമാറ്റത്തിന് കഴിയുന്നു എന്ന ഒരു പ്രത്യേകത നമ്മൾ ഈ അവസരത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ടത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അഭിപ്രായ സർവേകൾ, വിശകലനങ്ങൾ വരുന്നതോടും നമുക്ക് ജൻസികളുടെ രാഷ്ട്രീയ മാറ്റം എങ്ങോട്ടാണ് എന്ന് കൂടുതൽ വ്യക്തമാകും. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.